पति ब्रह्मचारी എന്തെങ്കിലും നോക്കി നിൽക്കുന്ന എഴുന്നേക്ക്. താങ്ക്സ്. സൂക്ഷിച്ച് പോവേണ്ടതല്ലായിരുന്നോ? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ? ഒരു മിനിറ്റ്. ബോഡി ഗാർഡ് നീയാണ്, ഞാനല്ല. എന്നെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ചുമതലയാ. ഞാൻ നടന്നു വന്നപ്പോ നീ കണ്ടില്ലായിരുന്നോ മുന്നിൽ എന്തോ ഒരു വസ്തുണ്ട്, അതിൽ തട്ടിയാ എനിക്ക് പരിക്ക് പറ്റുന്നു. ഓഹ് ഗോഡ്, ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നല്ലോ. അനുഗ്രഹിക്കണമേ. ശരി മോനെ, ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. മോനെ, നീ 2 ദിവസത്തേക്ക് ഒരിടത്തും പോവല്ലേ. നിന്നെ കണ്ട് കൊതി പോലും തീർന്നില്ല അമ്മയ്ക്ക്. എന്റെ അമ്മേ, ഇനി എന്റെ അമ്മയ്ക്ക് എന്നെ കാത്തിരിക്കേണ്ടിയേ വരില്ല. ഗവൺമെന്റ് ഹെലികോപ്റ്ററിൽ ഞാൻ എന്റെ അമ്മയെ കൂടെ തന്നെ കൊണ്ടുപോകില്ലേ? ഏത് കാര്യത്തിനാണോ ഞാൻ എന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി പോയത്, അക്കാര്യം നേടിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി അമ്മയുടെ മകൻ ബിസിനസിനൊപ്പം രാഷ്ട്രീയത്തിലും കൂടെ ഒന്ന് തിളങ്ങാൻ പോവാ. ഇനി നഗരത്തിൽ എവിടെ നോക്കിയാലും ഗുലാബ് സിംഗ് സിന്ദാബാദ്, ഗുലാബ് സിംഗ് സിന്ദാബാദ് എന്ന് കേൾക്കാം. രാമ 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 രാമ, നിന്റെ മുഖത്ത് ഇത്രയും സന്തോഷം ഇതെങ്ങനെ സംഭവിച്ചു മോനെ? എന്റെ മോള് കാരണം. മോളോ? പാർട്ടി അധ്യക്ഷന്റെ മോന് നമ്മുടെ മോളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ ബന്ധം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവരെനിക്ക് പാർട്ടിയുടെ ടിക്കറ്റ് തരാമെന്ന് വാക്ക് തന്നു. അപ്പൊ മനസ്സിലാക്കിക്കോ, നമ്മുടെ ഇഷ്ട കാരണം ഞാനും പാർട്ടിയിൽ തിളങ്ങാൻ പോവാ. അച്ഛൻ ദീർഘവീക്ഷണത്തോടെയാ കാര്യങ്ങൾ കണ്ടത്. ഇത് നമ്മുടെ ബിസിനസിനും സ്റ്റാറ്റസിനും രണ്ടിനും ഉപകരിക്കും. അല്ല പിന്നെ നമ്മുടെ ഇഷ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അവള് കുറച്ചു മുന്നേ കോളേജിലേക്ക് പോയതേ ഉള്ളൂ. ഇന്ന് അവളുടെ നാടകമുണ്ട്. ഓ, അത് ശരി. ആ പിന്നെ കേട്ടോ അമ്മേ, നാളെ പയ്യന്റെ വീട്ടുകാർ ഇഷയെ കാണാനായിട്ട് വരുവാ. അവളെ സുന്ദരിയായിട്ട് ഒരുക്കി നിർത്തേണ്ട ചുമതല അമ്മയ്ക്കുള്ളതാ. ചെറുക്കന്റെ വീട്ടുകാർ നല്ല പ്രൗഢിയുള്ളവരാ, പക്ഷെ നമ്മുടെ മകളെ കാണാൻ റാണിയെ പോലെ ഇരിക്കണം. നാളെ തന്നെ ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകുന്ന വിധം ഞാൻ അവളെ നല്ലതായിട്ട് ഒരുക്കി തന്നെ നിർത്തും. നോക്കിക്കോ. നീയോ? ഈശ, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് നിന്റെ ബോഡി ഗാർഡിന്റെ കണ്ണു വെട്ടിച്ച് ഇവിടെ എത്തിയത്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനാണ്. എന്താന്ന് വെച്ചാ വേഗം പറയേ പ്ലീസ്. എന്റെ ജീവിതം ഒരു നാടകമായിരുന്നു ഈശ, പക്ഷെ ഈ നാടകത്തെ ഞാൻ ജീവിതമാക്കാൻ വന്നിരിക്കുന്നു. ഈ പേപ്പേഴ്സ് കൊടുത്തിട്ട് വരാം. ഞാൻ എന്റെ ശേഷിക്കുന്ന ജീവിതം നിന്നോടൊപ്പം ജീവിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്നു ഈശ. എന്നാ നീ എന്റെ കൂടെ സൂരജ്, രോഹന് കൈവിടാൻ. ഞാനാ പറയുന്നത് കൈവിടാൻ. അതെ, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാം. പക്ഷെ നീ ഇത് പോയി അച്ഛനോട് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് ചെന്നിട്ട് പറയാൻ പോവാ. ബട്ട് പ്ലീസ്, അതിനു മുൻപ് നീ പോയി ഒന്നും പറയരുത് പ്ലീസ്. നീ അത്ര ക്രൂരനൊന്നും അല്ലല്ലോ. 1 മണിക്കൂർ ഒന്ന് ക്ഷമിച്ചൂടെ? അച്ഛനോട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ഒരു മകളെ പോലെ.
എന്താ? ഇഷ, രോഹൻ, വേഗം വരൂ, പ്ലേ ആരംഭിക്കാൻ പോകുന്നു. ദാ. സൂരജ്, ഞാൻ എന്റെ മകളുടെ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കുക. ഒരു പ്രാവശ്യം അവൾ എന്നോട് കള്ളം പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമതൊരു സാഹചര്യത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ അവളെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രം പോരാ. അവൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണാൻ പോകുന്നു, എല്ലാ കാര്യങ്ങളും നീ എന്നെ കൃത്യമായിട്ട് അറിയിച്ചിരിക്കണം. മനസ്സിലായോ? അവള് ശരിയെന്ന് പറഞ്ഞാലും തെറ്റെന്ന് പറഞ്ഞാലും ഒരു നിമിഷം പോലും വൈകാതെ എന്നെ അപ്പോൾ തന്നെ അറിയിച്ചിരിക്കണം. അവൾ അത് ഒരിക്കലും അറിയാനും പാടില്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് ചെന്നിട്ട് പറയാൻ പോവാ. ബട്ട് പ്ലീസ്, അതിനു മുൻപ് നീ പോയി ഒന്നും പറയരുത് പ്ലീസ്. നീ അത്ര ക്രൂരനൊന്നും അല്ലല്ലോ. നീ എന്നോട് സത്യസന്ധനായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താനാകില്ല. സർ, ഇഷയ്ക്ക് കോളേജിലൊരു പയ്യനുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നത് അവർക്കിടയിൽ മറ്റെന്തൊക്കെ ഉണ്ടെന്നാണ്. അവളിപ്പോ എവിടെ ഉള്ളത്? കോളേജിലെ ഡ്രാമയ്ക്ക് നിൽക്കുക. ആ ഡ്രാമ മതിയാക്ക. അവളെ വേഗം എന്റെ അടുത്തേക്ക് കൊണ്ടുവാ, ഇപ്പൊ തന്നെ. ശരി. രാജകുമാരനോട് ആർക്ക് വേണമെങ്കിലും പ്രണയം തോന്നാം. എന്നാൽ ശരിയായ പ്രേമം അതല്ല. അത് സൗന്ദര്യം കണ്ടല്ല, ഹൃദയം കൊണ്ടാവണം. ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾ മറ്റുള്ളവരുടെ കണ്ണിൽ നല്ലവനാവണം എന്നില്ല, വില്ലനായിരിക്കും. എന്നാൽ എന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഞാൻ പറയും അയാളാണ് ഈ ലോകത്തെ സുന്ദരനെന്ന്. എന്നാൽ എന്റെ കണ്ണിലൂടെ നോക്കുമ്പോ ഞാൻ പറയും അയാൾ ബീസ്റ്റ് അല്ല, എന്റെ ഫ്രണ്ട്സ് ആണെന്ന്, എന്റെ എല്ലാം ആണെന്ന്. അവനോടൊപ്പം നിന്ന് ഈ ലോകത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന്. ഇതാരാ? ഈ സ്ക്രിപ്റ്റില് ഇതൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഈശ! ഈശ! നീ ആരാ? എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഒരുപാട് സന്തോഷിച്ചില്ലേ നീ? എന്റെ മകളെ നിന്റെ കാലിന്റെ ചോട്ടിലെ മണ്ണ് വരെ ഇല്ലാതാക്കും. അച്ഛാ, സൂരജ് ഫോൺ എടുക്കുന്നില്ലല്ലോ. അച്ഛാ, എനിക്ക്
എനിക്കിത് ആരാന്നറിയില്ല, എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഈശ, ഒരടി മുന്നോട്ട് പോകരുത്. നീ ഇവിടെ നിന്നാ മതി, മനസ്സിലായോ? ഗുലാബൻ, നീ കാണുന്നില്ല ഇവളുടെ കണ്ണുകളിലെ കളങ്കം? ഈ ഗംഗാജലത്തിന് പോലും കഴിയുന്നില്ല കളങ്കം മാറ്റി പവിത്രമാക്കാൻ. ഒരുപാട് ലാളിച്ചല്ലേ നീ ഇവളെ വളർത്തിയത്. പക്ഷെ എനിക്ക് അറിയാമായിരുന്നു ഇവളുടെ അഹങ്കാരിയായ അമ്മയെ പോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് കളയുമെന്ന്. നിന്റെ അച്ഛൻ നിന്നെ സ്വർണത്തിൽ മൂടാൻ ശ്രമിക്കുമ്പോ നീ ഈ കുടുംബത്തിന് മേൽ ചെളിവാരി വിതറാൻ ശ്രമിക്കുകയാണല്ലേ? കൃത്യസമയത്ത് തന്നെ സൂരജ് നിന്റെയും പിന്നെ രോഹന്റെ ചുറ്റിക്കളി ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഒരു നിമിഷം പോലും നീ ഈ കുടുംബത്തിനെ പറ്റി ചിന്തിച്ചില്ലല്ലോടി. അച്ഛാ, ഞാൻ അച്ഛനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. കള്ളം പറയണമെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ. ഞാൻ പ്ലേ കഴിഞ്ഞിട്ട് എന്റെ രോഹന്റെയും കാര്യം മതി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഒരിക്കൽ കള്ളം പറഞ്ഞു തുടങ്ങിയാൽ അതൊരിക്കലും ആരെ കൊണ്ടും അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന്. അച്ഛാ, ഞാൻ അച്ഛനോട് എല്ലാം സത്യമായിട്ട് പറയാനിരുന്നതാ. അച്ഛനറിയാലോ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അച്ഛനെയാ. ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറയാനാ വിചാരിച്ചിരുന്നത്. പിന്നെ എന്താ ഇതുവരെ പറയാതിരുന്നത്? എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണോ എന്നോട് പറയാൻ വന്നിരിക്കുന്നത്? ഈ വീട്ടിൽ ഇനി അതറിയാൻ ആരും തന്നെ ബാക്കിയില്ല. എല്ലാവരും ഗുലാബ് സിംഗിനോട് ചോദിക്കുകയാണ്. നമ്മുടെ സമ്മതമില്ലാതെ നീ ഇനി പുറത്തേക്ക് പോവില്ല, മനസ്സിലായോ? അച്ഛാ, 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 അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അങ്കിൾ, എന്റെ പേര് രോഹൻ. ഞാൻ ഈശ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അവളോടൊപ്പം സൂരജ്, പറയൂ സാർ. ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അറിയാം. രോഹൻ, അച്ഛാ, 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 സത്യമായിട്ട് ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറയാനായിട്ട് വരുമായിരുന്നു. അച്ഛൻ എന്നെയല്ലേ ശിക്ഷിക്കേണ്ടത് അച്ഛാ? അച്ഛൻ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെ അച്ഛൻ എന്നെ വെറുക്കുന്നത് മാത്രം എനിക്ക് സഹിക്കാൻ കഴിയില്ല. അച്ഛാ, അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവര് ചെയ്തോളൂ.
ഈ അച്ഛന് സ്വയം വെറുക്കാൻ സാധിക്കുമോ? പക്ഷെ സ്വന്തം മകളോടല്ല. ആ തുടങ്ങൂ, മേളം തുടങ്ങട്ടെ. അഥവാ എന്റെ മോൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. എനിക്ക് നിന്റെ സെലക്ഷൻ ഇഷ്ടപ്പെട്ടു. ആ ബെൻസി അകത്ത് പോയി കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവന്നേ. എന്റെ മോള് വല്ലാതെ ക്ഷീണിച്ചു പോയി. കുറച്ച് തണുപ്പ് കിട്ടട്ടെ അവൾക്ക്. വേഗം ചെല്ല്. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? ഇത് സന്തോഷിക്കാനുള്ള ദിവസമാ. എന്റെ മോള് ഈ വീട്ടിലേക്ക് ഒരു മരുമകനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്റെ തോടിലുള്ള ഭാര ഇവള് കുറച്ചിരിക്കുന്നു. ആ ഏയ് 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 അച്ഛാ, ഏയ് ഏയ് അച്ഛാ ഇതെങ്ങനെ ശരിയാവുന്നേ? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി ഈ ഗുലാബ് സിംഗിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ? മാറിക്ക. സോറി അച്ഛാ. നന്നായിരിക്കട്ടെ. ചെല്ലുമോനെ, നീയും നിന്റെ വീട്ടിൽ ചെന്ന് നല്ല വാർത്ത അറിയിക്കുക. രാമ 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 രാമ. എന്റെ ദൈവമേ, എന്നെ കൊണ്ട് വയ്യേ. എല്ലാം എന്റെ തലയിൽ കൂടെ ഓടുന്നേ. അതിഥികൾക്ക് പോയിട്ട് 2 മണിക്കൂറായി. നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും കുന്തം മിഴുങ്ങിയതുപോലെ നിക്കുവാ. വാ, വന്ന് എന്തെങ്കിലും ചെയ്യേ. ദേ വരുന്നു അടുത്ത മഹാറാണി. നീ ഇതൊക്കെയാണോടി നിന്റെ വീട്ടിൽ ഇന്ന് പഠിച്ചോണ്ട് വന്നത്? നിനക്ക് വിശപ്പിന് ഒരു കുറവും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്, നീ നിന്റെ അമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് ഇവിടത്തെ ജോലി അങ്ങ് ചെയ്യിപ്പിക്കേ. നീ പറഞ്ഞ കേക്കില്ല അല്ലടി? അമ്മായി അമ്മായി ക്ഷമിക്ക്, ഞാൻ ഇപ്പൊ തന്നെ എല്ലാ ജോലിയും ചെയ്ത് തീർത്തോളാം. ചെല്ലടി, വേഗം ആവട്ടെ. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ പോയി ജോലി എന്തെങ്കിലും ചെയ്യാൻ നോക്ക. വേഗം ആവട്ടെ, പോടി. പോവാനല്ലേ പറഞ്ഞത്? ഞാൻ ചേട്ടനോട് പറഞ്ഞതാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കടയിലോട്ട് വിളിക്കാൻ. എനിക്ക് ഈ കിളവിടെ വായിക്കൽ കേൾക്കണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യേണ്ടത് ഇവരുടെ മോളല്ലേ, എന്നിട്ട് കേൾക്കേണ്ടതൊക്കെ ഞാനും. അമ്മായി, ഞാൻ ഇപ്പൊ എല്ലാം ചെയ്യാമേ. എല്ലാം ഒരു കണക്കാ. ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ ആരൊന്നും ചെയ്യില്ല. അയ്യോ, എന്താ പറ്റി? സൂക്ഷിച്ച് നോക്കട്ടെ. നോക്കിക്കൊണ്ടിരിക്കാതെ പോയി പാമ്പ് എടുത്തോണ്ടോ. വേഗം ആവട്ടെ. അതൊക്കെ എനിക്ക് ശരിയുണ്ടോ? പെട്ടെന്ന് കൊണ്ടുപോയോ? ശരിയടി മോളെ. എന്റെ കാല്. അതെ, എന്തിനെങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തലയിലെടുത്ത് വെക്കുന്നേ? റിയക്ക് നമുക്ക് ഇതിലും നല്ല ബന്ധം കണ്ടുപിടിക്കാലോ. റിയക്ക് നല്ലൊരു ബന്ധമല്ല ഇപ്പൊ ഈ വീട്ടില് വേണ്ടതേ നല്ലൊരു ജിന്നിനെയാ. മന്ത്രശക്തി കൊണ്ട് ഈ വീട് മൊത്തം വൃത്തിയാക്കാൻ പറ്റുന്ന. എന്റെ ദൈവമേ, ഇത്രയും ചെറിയ കാര്യത്തിനാണോ? അനുവാദം താ, എന്നാ ഇന്ന് തന്നെ ബ്രഹ്മചാരി വിവാഹം കഴിച്ച് വീട്ടിലോട്ട് വരാം. അപ്പൊ എല്ലാ കാര്യങ്ങളും സോൾവ് ആവും. എന്റെ അച്ഛൻ എന്റെ കല്യാണത്തിന് വേണ്ടി കുറച്ച് പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റിയയുടെ കല്യാണത്തിന് എടുക്കാമല്ലോ. എനിക്കെന്തിനാ,
ഞാൻ ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലോട്ട് വരുന്നു. ഏയ് അതൊന്നും വേണ്ട മോളെ. കാര്യം പൈസയുടെ ഒന്നും അല്ല. കാര്യം അഭിമാനത്തിൻ്റെതാ. എന്റെ അഭിമാനം, അത് കാരണം കുടുംബം മുഴുവനും പ്രശ്നത്തിലാ. അയ്യോ അങ്ങനെയൊന്നും അല്ല. അത് പിന്നെ കാര്യം. ഇല്ല, ഞാൻ വിചാരിച്ചത് എന്റെ അഭിമാനമാണ് എന്റെ ധൈര്യമെന്നാ. പക്ഷേ ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് എന്റെ അഭിമാനം എന്റെ കുടുംബത്തിനൊരു ഭാരമാണെന്ന്. അടുത്ത തവണ പെണ്ണ് കാണാൻ വരുമ്പോ ഞാൻ എവിടെങ്കിലും പൊയ്ക്കോളാം. നന്നായി, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അയ്യോ അങ്ങനെയൊന്നും പറയരുത്. പ്രിയ നിങ്ങളുടെ മോളെ പോലെ തന്നെയല്ലേ. നിങ്ങൾ എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തതൊന്നും അവരുടെ അച്ഛൻ പോലും ചെയ്തു കാണില്ല. അല്ല ഏട്ടത്തി, എന്റെ സ്വന്തം മകൻ പോലും എന്നെ തല കുരിപ്പിച്ച് നിർത്തിയിരിക്കുക. അതിനുശേഷം ഈ ലോകത്തിന്റെ മുന്നിൽ എനിക്ക് യാതൊരു വിലയും ഇല്ലാതായി. ആ സൂരജ് ഇങ്ങനെയൊന്നും ആയില്ലായിരുന്നുവെങ്കിൽ പ്രിൻസിപ്പൽ അരവിന്ദിന്റെ ആദർശങ്ങളെ മനസ്സിലാക്കുന്നതിന് പകരമായി അവന്റെ വീട്ടിൽ വന്ന് അവനെ തന്നെ സ്വീകരിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ അഭിമാനം എല്ലാം ഇല്ലാതായി. സൂരജിനെ കുറിച്ചുള്ള നിഗമനങ്ങൾ തെറ്റി. ഒരു കാര്യം ഉറപ്പാണ്, നീ നിന്റെ അച്ഛനെ ഒരിക്കലും സ്നേഹിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ നീ ഞങ്ങൾ അച്ഛന്റെ മകളുടെ സ്നേഹം മനസ്സിലാക്കുമായിരുന്നു. നീ ഇങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു. ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ അച്ഛനോടൊന്നും വന്ന് പറയരുതെന്ന്. പക്ഷെ നീ ചെയ്യേണ്ടത് എന്താണോ അത് തന്നെ നീ ചെയ്തു. അദ്ദേഹം എനിക്ക് ദൈവത്തെ പോലെയാ. അദ്ദേഹത്തിന്റെ ഉത്തരവ് നിനക്ക് തന്ന വാക്കിനെക്കാളും എനിക്ക് വളരെ വലുതാണ്. അത് ശരി, നീ എത്ര വലിയ ആത്മാർത്ഥതയുള്ളവനാ. എന്നിലും അച്ഛനിലും വെച്ച് നീ അച്ഛനെ തെരഞ്ഞെടുത്തു. പക്ഷേ ഭാവിയിൽ അങ്ങനൊരു ദിവസം വന്നാ നിനക്ക് നിന്റെ പ്രിയപ്പെട്ടവരിൽ ആരിലും എന്റെ അച്ഛനിലും വെച്ച് ഒരാളെ തെരഞ്ഞെടുക്കേണ്ടി വന്നാ നീ എന്ത് ചെയ്യും? അപ്പോഴേ ആത്മാർത്ഥത കാണിക്കോ? എനിക്കറിയാം അങ്ങനൊരു ദിവസം വരില്ല. അങ്ങനൊരു ദിവസം വരാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നിനക്ക് നിന്റെ പ്രിയപ്പെട്ടവരിലും എന്റെ അച്ഛനിലും വെച്ച് ഒരാളെ തെരഞ്ഞെടുക്കേണ്ടി വരുന്ന ദിവസം. ഞാനും എന്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. പക്ഷെ നിനക്ക് നിന്റെ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കാൻ പറ്റില്ല. നമുക്ക് കാണാം. ഇപ്പോ ഞാനും റോഹനുമായിട്ടുള്ള വിവാഹം നടക്കട്ടെ. പിന്നെ നീ എന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഔട്ട്. പിന്നൊരു കാര്യം, പോകുന്നതിന് മുമ്പ് എന്റെ കല്യാണത്തിന് വരണം. എന്നിട്ട് ഭക്ഷണവും കഴിക്കണം. അതിനുശേഷമേ ഞാൻ വീണ്ടും സമാധാനമായിട്ട് ശ്വസിക്കൂ. സാറാണല്ലോ. പറയൂ സാർ. ഹലോ സൂരജ്, ഇഷയുടെ ഭാവി വരനെ പോകണം. ശരി.